ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേ ഗൈഡൻസ് ആണ്, അതായത് ജൂൺ 25 എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്, അമാവാസിയുടെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ഇൻറ്റൻഷൻസ്, സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ജൂൺ 25 എനർജിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസും നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കടന്നു വരുന്നതെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ ന്യൂ മൂൺ എനർജി എന്താണ്? താങ്ക് യു. ന്യൂ സ്റ്റാർട്ടേഴ്സ് കമ്മിങ്. നിങ്ങൾക്ക് ന്യൂ മൂണിൻ്റെ എനർജി തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാകാം. ഇവിടെ ന്യൂ മൂൺ ഇൻ ലിബ്രയുടെ എനർജിയാണ്. എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ ഒരു ബാലൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ജസ്റ്റിസ്, നീതിയുടെ എനർജി ആയിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് ആയിരിക്കാം കടന്നു വരുന്നത്. കുറച്ച് പേർക്കിത് എന്തെങ്കിലും ഒരു പുതിയ സൈക്കിൾ, ഒരു പുതിയൊരു ചാപ്റ്റർ ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയൊരു അധ്യായം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ജസ്റ്റിസ് കൊണ്ടുതരാനായിട്ടുള്ള ആ ഒരു പാതയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ എന്തെങ്കിലും കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഉപരിപഠനമായിരിക്കാം. കുറച്ച് പേർക്ക് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള എനർജി വേണമെങ്കിലും ആകാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ, പുതിയ എനർജീസ് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ, പൗർണമി വരെയുള്ള എനർജീസ്, ആ ടൈം പീരീഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്ത് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ടോറസിൻ്റെ എനർജിയാണ്. റിലീസ് കൺട്രോൾ. ഏരീസിൻ്റെ എനർജി വരുന്നുണ്ട്. വർക്ക് ത്രൂ യുവർ ഫീലിങ്സ്. ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഓവറായിട്ട് ഒരു കാര്യം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഔട്ട്കം ആയിരിക്കാം. എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷയായിരിക്കാം. അപ്പോൾ അത് ഇംപേഷ്യൻസ്, അതായത് സമാധാനമില്ലാത്ത ആ ഒരു എനർജിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം റിലീസ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ സെൽഫ് വർത്ത്, മൂല്യം, അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ്, അസറ്റ്സ്, ആ ഒരു ഏരിയയിലായിരിക്കാം. അതും നന്നായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളോട് എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങളോട് പറയുന്നത്, അതും കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക.
അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സിൽ, നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അവിടെ എന്തെങ്കിലുമൊക്കെ ബാലൻസിൻ്റെ കുറവുണ്ട്, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ആങ്കർ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്, എല്ലാം അടക്കി വയ്ക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതും കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം, ടാരോട്ട് എടുത്തിട്ട് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. പൈൽ നമ്പർ 1 എനർജി. താങ്ക് യു. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഹെർമിറ്റിൻ്റെ എനർജി. ഞാനിവിടെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ക്യൂണിൽ വന്നിട്ട് ഒത്തിരി ഹീലിംഗ് ആണ്, ഒത്തിരി ഇമോഷൻസ്, ഒത്തിരി ഫീലിങ്സ്, വൈകാരികമായിട്ടുള്ള എനർജിയാണ്. അവിടെ ഒത്തിരി ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയാനായിട്ട്, നിങ്ങളുടെ എനർജീസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ക്യൂൻ ഓഫ് കപ്സിൽ റിലേഷൻഷിപ്സ് ആയിരിക്കാം, വ്യക്തിബന്ധങ്ങളായിരിക്കാം, മദറായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി, ശക്തിയുടെ എനർജി, അതായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ്, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പവേഴ്സ് കുറച്ച് പേർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, കൂട്ടാനായിട്ടുള്ള ബ്ലെസ്സിങ്സും വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയുക, വിസ്ഡം നേടുക, അറിവ് നേടുക, അതിനുശേഷം ആ ഒരു ലൈറ്റ് നിങ്ങൾ ഷൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ എനർജീസ് നോക്കാം. ഇന്നത്തെ മെയിൻ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ അഡ്വൈസ് എന്താണ്? പൈൽ നമ്പർ 1 അഡ്വൈസ്. ഓക്കെ, ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ഹെർമിറ്റ്, എഗെയിൻ ഹെർമിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. സെൽഫ് ഡിസ്കവറി, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ് റോള്, നിങ്ങളുടെ ആ ഒരു നേതൃത്വ പാഠവും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്, നിങ്ങളുടെ കുടുംബജീവിതം, അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഫിനാൻസ്, നിങ്ങളുടെ കരിയർ, അതെല്ലാം ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ബിഗർ പിക്ചർ, ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും അതിൻ്റെ ഒരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ബിഗർ പിക്ചർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു ഡിസ്കഷൻ, എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യണം, അതിലെല്ലാം കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി സീരിയസ് എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫൺ എനർജി, കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കി ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ആയിരിക്കാം, നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക. ഓവർ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വൽ ഗുരു, ടീച്ചേഴ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. ബുക്സ് ആയിരിക്കാം കുറച്ച് പേർക്ക്, അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനലായിട്ട് ഇന്നത്തെ പോസിറ്റീവ് എനർജീസ്, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ എന്തെങ്കിലും ഒരു ട്രാപ്പ്, എന്തെങ്കിലും ഒരു ചതിയുടെ എനർജി ആയിരിക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ
പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും എനർജീസുമാകാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട്, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പഠന വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ഹീലിംഗ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സെർവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് റൂട്ട് തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നൈറ്റ് ടൈം കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകുന്നുണ്ടാകാം. അതുവഴി എന്തെങ്കിലുമൊക്കെ സെൽഫ് ഡിസ്കവറി, നിങ്ങൾ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ഐഡിയ ആണ്, പുതിയ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മടി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാറ്റേൺസിൽ നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പോസിബിളാണ്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ജൂൺ 25 എനർജിയാണ്. അതുപോലെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ന്യൂ എനർജീസ് ആണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ലൈഫിൽ. താങ്ക് യു. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ്, അതായത് ധനുരാശിയുടെ എനർജിയാണ് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിങ് പീരീഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ, ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് വിജയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലക്കായിരിക്കാം, ഭാഗ്യം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോണിൻ്റെ എനർജി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അവിടെ ഒരു അപ്ഗ്രേഡ്, ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലുമൊക്കെ കടബാധ്യത അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗിൾസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, റിലേഷൻഷിപ്സിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതാണ്, സഹായം ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഈ ഒരു ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ ടൈം പീരീഡ്, ആ ഒരു ലൂണാർ ഫേസിൽ നിങ്ങൾ എന്ത് എനർജി ചൂസ് ചെയ്യണം എന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നോക്കാം. പാൽ നമ്പർ 2യുടെ എനർജി. ഫുൾ മൂൺ ഇൻ ലിബ്രയാണ്. ഫൈൻഡ് എ ബാലൻസ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ടൈം ഫ്രെയിമിൽ വന്നിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, വൈകാരികമായിട്ടുള്ള എനർജിയിലായിരിക്കാം. ഒത്തിരി അങ്ങനത്തെ ട്രിഗേഴ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യാനായിട്ട്, അതിനോട് എന്താ പറയുക, ഡിഫെൻഡ് ചെയ്യാനായിട്ട്, എതിർക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ട്രിഗർ വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആവശ്യമാണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഫുൾ മൂൺ ഇൻ അക്വേറിയസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ബി റിയൽ. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ അത് ഉൾക്കൊള്ളാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ റിയാലിറ്റി, സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതും നിങ്ങളെ കുറേ കൂടെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വരുന്ന ടൈം ഫ്രെയിമിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സത്യസന്ധത, റിയാലിറ്റി ചെക്ക് സമയാസമയങ്ങളിൽ നടത്താനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ഫേക്ക് എനർജി വരുന്ന സമയത്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നമുക്ക് ടാരോട്ട് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. ന്യൂ മൂൺ എനർജീസ് എന്താണ്? ഓക്കെ, 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന എനർജിയാണ്, ഒത്തിരി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന എനർജിയാണ്, ഇതിനോട് മല്ലടിച്ച് പോരാടി എന്താ പറയുക ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവിടെ ഒരു അപ്ഡേഷൻ വരുന്നതാണ്, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നതാണ്. ഇവിടെ ഫൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. എല്ലാം ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ, ഒരു പുതിയ കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ എനർജി എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ഫ്രീഡം, സ്വാതന്ത്ര്യം അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഫിനാൻഷ്യലി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ എന്താണോ നിങ്ങളെ ട്രബിൾ ചെയ്യുന്നത് അത് അഡ്രസ്സ് ചെയ്യുക, അത് മനസ്സിലാക്കുക, അവിടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ന്യൂ എനർജീസ് വെൽക്കം ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ അഡ്വൈസ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ അഡ്വൈസ് എന്താണ്? ഫൈവ് ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ വീലിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഇവിടെ നിങ്ങളൊരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന എനർജീസ് എന്തൊക്കെയാണ്, ഊർജ്ജങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ ലവേഴ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് ആവശ്യമുള്ളത് അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്താണ്, ആരോഗ്യം കുറച്ചും കൂടെ സംരക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ ഇൽനെസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ റിക്കവറി, അവിടെ നിന്ന് മുന്നോട്ട് വരാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ലവേഴ്സിൽ വന്നിട്ട് ഹീലിംഗ് ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. സ്നേഹം, കമ്പാഷൻ, കാരുണ്യം, ആ ഒരു എനർജി നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതും കുറച്ച് പേരെ ലൈഫിലൊരു പുതിയൊരു തുടക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജീസിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്, പുരോഗതി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല നല്ല ചോയ്സസ്, നല്ല നല്ല തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇന്നത്തെ പോസിറ്റീവ് എനർജീസ് എന്തൊക്കെയാണ്, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, 9 ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 8 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ, കറക്റ്റ് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ നന്നായിട്ട് തിളങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ കൊളാബറേഷൻ, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം കാണുന്നുണ്ട്.
ഇവിടെ ഒത്തിരി ബോണ്ടിങ്ങിൻ്റെ എനർജിയും കാണുന്നുണ്ട്. പരസ്പരം കുറച്ചും കൂടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട്, ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേടി, ഫിയർ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട്, തരണം ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈഫിലൊരു ഫ്ലോ വരുന്നതാണ്. അപ്പോൾ അതും ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ്. ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട്, പുതിയൊരു തുടക്കമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.